പൊതുജനാരോഗ്യ രംഗത്ത് ഗുരുതര പ്രതിസന്ധി ഉണ്ടാക്കാവുന്ന രീതിയിൽ രാജ്യത്ത് ഓൺലൈൻ മരുന്ന് വ്യാപാരം സജീവമാണ്. ഡ്രഗ് ലൈസൻസോ മറ്റ് ആധികാരിക രേഖകളോ ഒന്നും ആവശ്യമില്ലാതെ ആർക്കും ഫോൺ വിളിയിലൂടെ ഏത് മരുന്നും വൻതോതിൽ ലഭ്യമാകുന്ന അവസ്ഥ. ഗുണമേന്മാ പരിശോധന പോലും നടത്താതെയാണ് മരുന്നുകളുടെ ഈ ഓൺലൈൻ വ്യാപാരം. രോഗം മാറാൻ കഴിക്കുന്ന മരുന്നുകളെക്കുറിച്ച് നമുക്കാർക്കും വലിയ അവിശ്വാസമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ അത്രക്കങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയുന്നതല്ല പുതിയ കാലത്തെ മരുന്നുകളുടെ രോഗം. കഫ് സിറപ്പ് കുടിച്ച് 26 കുട്ടികൾ മരിച്ച നാട്ടിൽ മരുന്ന് വ്യാപാരം അപകടകരമായ രീതിയിലാണ് മുന്നോട്ടു പോകുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ ആവശ്യക്കാരെ കണ്ടെത്തിയുള്ള വ്യാപാരം പൊടിപൊടിക്കുകയാണ് നാട്ടിൽ. ഓൺലൈൻ വിപണിയിൽ ആർക്കും ഏതു മരുന്നും ഒരു നിയന്ത്രണവും കൂടാതെ സംഭരിക്കാം. സാമ്പത്തിക നേട്ടം മാത്രം ലക്ഷ്യമിട്ട് ചട്ടങ്ങളെല്ലാം അട്ടിമറിച്ചാണ് ഓൺലൈൻ മരുന്ന് വ്യാപാരം. Being a doctor, I didn't take the drug license and all. That will not be an issue for me, no? No, sir, no. We hope we can have a good deal. Kindly say my number, so I can share you the all details of my number. So we will work on it, and after 3-4 dealings, we can have credit facility and all, right? Okay, sir. ക്ലിനിക്കുകൾ ഒഴികെ മറ്റെവിടെയും മരുന്ന് സംഭരിക്കുന്നതിന് ഡ്രഗ് ലൈസൻസ് അനിവാര്യമാണ്. എന്നാൽ ആവശ്യക്കാർക്ക് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്ന സംഘത്തിന്റെ കേന്ദ്രം ഉത്തരേന്ത്യയാണ്. The manufacturer is where exactly the manufacturing facility available there in your company? No, sir, we are traders. We manufacture from the manufacturers. Okay, and where exactly your corporate office in Mumbai or? In Panchkula, Haryana. So you will be having the drug license and all? Yeah, sir, drug license is DSC only, but when you I have some parties that don't have the DSC. Yeah. If you are a doctor, then I will only need your registration of your MBBS degree or whatever. ലൈസൻസോ മറ്റ് രേഖകളോ ഒന്നും മരുന്ന് വ്യാപാരത്തിന് ആവശ്യമേ ഇല്ലെന്ന് തെളിയിക്കുന്നതാണ് ഓൺലൈൻ മരുന്ന് വിപണിയിലെ ഇടപാട്. മുൻകൂറായി പണമടച്ചു തുടങ്ങുന്ന വ്യാപാരം ക്രെഡിറ്റ് നൽകി വളരുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് പാവം രോഗികളാണ്. മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും വിപണിയിൽ ഇടപെടാനും ആരോഗ്യവകുപ്പിന് കീഴിൽ പ്രത്യേകമായി ഡ്രഗ് കൺട്രോൾ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഈ സംവിധാനങ്ങളെ ആകെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഓൺലൈൻ മരുന്ന് വിപണി പിടിമുറുക്കുന്നത്. വിജീഷ് ഗോവിന്ദൻ, മീഡിയ 1, കണ്ണൂർ.